ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈദ് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടിരിക്കുന്നത്. ഈ റെസിപ്പി എൻ്റെ ചാനലിൽ എത്രത്തോളം ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല. അപ്പോൾ കുറേ ആൾ കേട്ടുന്നറിയാം ഈദ്ക്ക് നല്ലൊരു ബിരിയാണി റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ ആക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കണേ നോക്കാം. വീഡിയോ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും, ഷെയർ ആക്കും, അതേപോലെ കമൻറ്റ് ആക്കും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഇതിക്ക് വേണ്ടിയിട്ട് 1 kg 200 ഗ്രാമിൽ ചിക്കൻ എടുത്തത്, 1 200 ചിക്കൻ എടുത്തത്. ಅದು ನಂಗೆ ಬಿರಿಯಾನಿಗೆಲ್ಲ ಕಟ್ಟಾಕಿರೋ പോലെ ಬೆಳ್ಳಿ ಪೀಸ್ ಹಾಕಿ ಕಟ್ಟಾಕಿರಿ ಕ್ಲೀನ್ ಹಾಕಿ വെച്ചത്. ಅದಕ್ಕೆ ನಂಗೆ ಫಸ್ಟ್ ತೆಲ್ ಉಪ್ಪು ಇಟ್ಟು കൊടുക്കുക, ടേസ്റ്റ് വേണേ അത്ര ഉപ്പ്, തെൽ മഞ്ഞളുടെ പൊടി, തൈര് ഇട്ടിട്ട് നിങ്ങൾ ഇത് മിക്സ് ആക്കിയിട്ട് ഒരു അരഗಂಟೆ നിങ്ങൾ ഇത് റെസ്റ്റ് വയ്ക്കണം. തൈര് വലിയ സ്പൂണിൽ ഒരു 3 സ്പൂൺ അങ്ങനെ 3 3.5 അത്ര എല്ലാം ഇട്ടെങ്കിൽ മതിയാവും. പിന്നെ നിങ്ങൾ ഇത് അരഗಂಟೆൻ്റെ ഇല്ല, നിങ്ങൾ ബാക്കി ബിരിയാണിൻ്റെ സ്വരമായിട്ട് വരുമ്പോൾ അത്ര ടൈം നിങ്ങൾ ഇത് റെസ്റ്റ് വെച്ചെങ്കൈത്ത്. അപ്പോൾ ഇതോടെ ഇട്ടിട്ട് ഇനി ಇದಕ್ಕೆ പിന്നെ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ അതെല്ലാം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇത്ര ಬೆಳ್ಳುಳ್ಳಿ എടുത്തിട്ട് കണ്ടല്ലേ, ഇത്ര വെല്ലുള്ളി എടുത്തത്. പിന്നെ അതുപോലെ പച്ചമുളക് ഞാനിവിടെ എണ്ണിട്ട് ഒരു 13 മുളക് എടുത്തത്. ഞാനിവിടെ 10 to 12 ഇങ്ങനെ എടുത്തെങ്കിൽ എത്ര കാരം നോക്കിയിട്ട് പിന്നെ എത്ര എടുത്തെങ്കിൽ അതിൽ പിന്നെ ഇഞ്ചി ഇത് മൂന്നും കൂടി തന്നെ എന്ത് വിത്തണ്ട ഒന്നിതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിൽ പിന്നെ നീരുള്ളി ഞാനിവിടെ ചെറിയതും വലിയതായിട്ട് ഞാൻ 7 നീരുള്ളി എടുത്തത്. അതായത് കറക്റ്റായിട്ട് ചൊല്ലിട്ട് 650 ഗ്രാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ 650 പോലെ ഒരു 700 ഇത്ര എടുക്കണം. നിങ്ങൾക്ക് മസാല നിങ്ങൾ ಯಾರು ಇಷ್ಟ ಅನ್ಕೊಂಡಿ ನೀರುಳ್ಳಿ ಒಂದೋ ಜಂಡೋ ನೀರುಳ್ಳಿ ಯಾರು എടുക്കുക. ನೀರುಳ್ಳಿ അതുപോലെ ടൊമാറ്റോ സാധാരണ വലിയുള്ള ഒരു 3 ടൊമാറ്റോ എടുക്കുക. അത് പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് എടുക്കും. അതും അങ്ങനെ ചെന്ന പോലെ മസാല നിങ്ങൾ ಯಾರು ഇഷ്ടം ಅನ್ಕೊಂಡಿ ಯಾರು ಬೇನು ಅನ್ಕೊಂಡಿ ಒಂದೋ ಜಂಡೋ ನೀರುಳ್ಳಿ ಟೊಮೆಟೊ ಎಲ್ಲ നിങ്ങൾ ಯಾರು എടുത്തെങ്കೈತೆ. അപ്പോൾ ഈ നീരുള്ളി ഞങ്ങൾ എല്ലാ നീരുള്ളി ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞങ്ങൾ ഗാർണിഷിಗೆಲ್ಲ ഫ്രൈ ആക്കറല്ലേ അതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് ಬರ್ತೆ. കരിപ്പാട്ടണ്ട, നല്ല ഗോൾഡൻ കളർ ഇതാ ഈ ഒരു കളർ ആകുമ്പോൾ എടുത്തെങ്കೈತೆ. ഇതേപോലെ എല്ലാ നീരുള്ളി ഇതേപോലെ ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. മസാലകളിലെ എല്ലാ നീരുള്ളി ഇങ്ങനെ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ ഇതാ എല്ലാ നീരുള്ളി ഇതുപോലെ ആക്കി എടുത്തേ. ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്താൽ പിന്നെ ഇങ്ങനെ ഒന്ന് പരത്തിട്ടിട്ടെങ്കിട്ട് ഇങ്ങനെ മുദ്ദമിടണ്ട, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നീരുള്ളി ഇവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മസാല അക്കടെ എടുത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ നീരുള്ളി ഫ്രൈ ആക്കി ഓയിൽ ഉണ്ടല്ലേ അതേ ഓയിൽ പിന്നെ എത്ര വീത്തി കൊടുത്തെങ്കിട്ട് അതിൽ പിന്നെ ഫസ്റ്റ് ടൊമാറ്റോ പിന്നെ ഇഞ്ചി വെല്ലുള്ളി ഞങ്ങൾ ഇതാക്കി വെച്ച പൊടിച്ച് വെച്ച ഇഞ്ചി വെല്ലുള്ളി ഉണ്ടല്ലേ അത് ഞാനിവിടെ വലിയ സ്പൂണിൽ 2.5 സ്പൂൺ അത്ര ഇട്ട് കൊടുത്തേ. അപ്പോൾ അതിലൊരു തില്ല് ബാക്കിയേറ് അത് ഞങ്ങൾ ഇക്കട്ടെ ഞങ്ങൾ ചോറുക്ക് തില്ല് വീണു. അപ്പോൾ ഇതെല്ലാം നല്ല ഫ്രൈ ആവട്ടെ. ടൊമാറ്റോ ഇഞ്ചി വെല്ലുള്ളി അതെല്ലാം നല്ല ഫ്രൈ ആവണം. ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. അതായത് ഇതുപോലെ ആയിട്ട് ಬಂದಲ್ പിന്നെ ഞങ്ങൾ മാരിനേറ്റ് ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലേ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ടും അതേപോലെ ചന്ത അടിമേലാക്കി നല്ല തെല്ലിനാറ് ഇത് ഹൈ ഫ്ലെയിമിൽ ബേക്കറും ഒന്ന് ഇതിലൊന്ന് ഒരു ഹാഫ് കുക്ക് ആവണം, ഒരു പാതി ഇങ്ങനെ കുക്ക് ആവട്ടെ. അത് ഞങ്ങൾ മൂടി വെച്ചിട്ട് തെല്ലിനാറ് ഹൈ ഫ്ലെയിമിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കണം. ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ ചിക്കൻ ഇപ്പോൾ ചുമ തൂക്കമുള്ള ചിക്കൻ ഇപ്പോൾ 2 kg അങ്ങനത്തെ ചിക്കൻ എല്ലാം എടുക്കുക അನ್ಕೊಂಡೆങ്കിൽ ಬೇಯೋಗത്തിൽ ടൈം എടുക്കുക. അപ്പോൾ അതിന് ഒരു ഹാഫ് മൂടി വെച്ചിട്ട് ഒരു ഹാഫ് ಬೆಂದಿൽ പിന്നെ ഞങ്ങൾ ബാക്കി മസാല പൗഡർ അതെല്ലാം ഇട്ടെങ്കിട്ട്. അപ്പോൾ ഇത് പൊടി ഇതുപോലെ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് തെല്ല് മഞ്ഞളുടെ പൊടി ഞാനിപ്പോൾ ഫസ്റ്റ് മഞ്ഞളുടെ പൊടി ഇട്ടല്ലേ അതുകൊണ്ട് തെല്ല് മഞ്ഞളുടെ പൊടി ഒരു 3/4 to 1 ടീസ്പൂൺ അത്ര ഗരം മസാല, 1/2 to 3/4 ടീസ്പൂൺ അത്ര നല്ല മുളക് പൊടി, അതേപോലെ ബിരിയാണി മസാല ഒരു 3/4 ടീസ്പൂൺ അത്ര ഇട്ട് കൊടുത്തേ. ബിരിയാണി മസാല ഞാനിവിടെ ഇത് ഈസ്റ്റേൺ ടൈപ്പ് ബിരിയാണി മസാല യൂസ് ആക്കിയത്. പിന്നെ ഗരം മസാല ഇടുമ്പോൾ ഞങ്ങൾ ഫ്രഷ് ಅವತ್ತಲ್ಲಿ പൊടിച്ചതേ ഇടണം. ഞങ്ങൾ പത്രക്കൊണ്ടെല്ലാം ഇട്ടിರೆಂಗೆ ഫ്ലേവർ എല്ലാം നല്ല ഇക്കില്ല ഇത് ഗരം മസാല എല്ലാം ഞങ്ങൾ അവത്തിലെ ഫ്രഷ് ആയിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അതിൽ പിന്നെ ബാക്കി ഞങ്ങൾ നീരുള്ളി ഫ്രൈ ആക്കി വെച്ചില്ലേ അത് നീരുള്ളി എല്ലാം ഇട്ട് കൊടുക്കണം. അതിൽ തെല്ല് ബാക്കി വയ്ക്കണം. ഞങ്ങൾ ലാസ്റ്റിಗೆ ഗാർണിഷിಗೆ പിന്നെ ഇട്ട് തെല്ലിടുക. ബാക്കി ഞങ്ങൾ നീരുള്ളി എല്ലാം ഈ ടൈമിൽ ഇട്ടെങ്കിട്ട് അതിലൊಟ್ಟಿಗೆ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്തമ്പരി സೊಪ್ಪು, പുതിന, പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും വിത്ത് കൊടുത്തേ. പിന്നെ തൈരും 3 ടേബിൾ സ്പൂൺ 3.5 4 ഇങ്ങനെയെല്ലാം ബിത്തി കൊടുക്കുക. വലിയ സ്പൂണിൽ ഒരു 3 4 സ്പൂൺ ബിത്തി കൊടുക്കുക. ഇതിൽ നല്ല മിക്സ് ആക്കിയിട്ട് ചന്ത അടിമേലാക്കി ടേസ്റ്റ് ഞങ്ങൾ ഉപ്പ് ഫസ്റ്റ് ചിക്കൻ ഇട്ടറല്ലേ അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് മെയിനായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ ഈ ടൈമിൽ ഇട്ടെങ്കൈത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ മൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്ന് വേഗമേ വെന്തിട്ട് വന്ന് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് വേപ്പാടി എടുത്തെങ്കൈത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കൈത്ത്. അപ്പോൾ ഇത് ചിക്കനോടെ വേവട്ട്. അപ്പോൾ ഇത് വേവുമ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് അങ്ങനെ ബുഡ്രല്ല ഇടയ്ക്ക് നോക്കിയോളണം മിക്സ് ആക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ മസാല അടി പിടിക്കല്ല ചാൻസ് ഇരിക്കുക. അപ്പോൾ അതിൽ ഇടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ ചോറും ഞങ്ങൾ ആക്കി എടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വെന്തിട്ട് വരുമ്പോൾ ചോറും ഞങ്ങൾ റെഡി ആയെങ്കിൽ ഞങ്ങൾ ദമ്മിടാം ഒട്ടിക്കുമേ. അപ്പോൾ ചോറിനാണൂടെ ഇതിക്ക് കൈമ റൈസിൽ ചോറാക്കുക, അതായത് ജീരകശാല റൈസ് വേണം ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അതിലാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ അതിലാക്കുക, ടേസ്റ്റ് ചെയ്യാറവിടെ ഈ ഒരു റൈസ്. അപ്പോൾ ഇത് ഞാൻ 5 കപ്പ് എടുത്തരാം, നിങ്ങൾ 4 കപ്പ് 5 കപ്പ് എത്ര വേണോ അത് വേണം എത്ര എടുക്കുമോ. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ചന്ത കലക്കണം. കലക്കിയിട്ട് 10 മിനിറ്റ് ഇത് നനച്ച് വെക്കണം. 10 മിനിറ്റ് കട്ടിയാറ് വേണ്ട, 10 മിനിറ്റ് മതിയാവും. നോർമൽ ഞാൻ ബിരിയാണി എല്ലാവർക്കും 20 മിനിറ്റ് നനച്ച് വെക്കുക. അപ്പോൾ ഇതിക്ക് ഞങ്ങൾ 10 മിനിറ്റ് മതിയാവും. ചന്ത കലക്കി എടുത്തോളൂ ഫസ്റ്റ്. അതിൽ പിന്നെ ഞങ്ങൾ പാത്രം വെച്ചിട്ട് ಅದಕ್ಕೆ ನಂಗೆ ನೆಯ್യും ಆಯಿಲು
ಜಂಡು ಗುಂಡಿ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟು ಆಯಿಲ್ ನಂಗೆ ಫಸ್ಟ್ ನೀರುಳ್ಳಿ ಫ್ರೈ ಹಾಕಿ ಆಯಿಲ್ ಉಂಡಲೆ ಅದೇ ಆಯಿಲ್ ಬೇನೆ ಹತ್ರ ಬೀತಿಂಗೈತೆ അതിൽ പിന്നെ സ്പൈസസ് ഞങ്ങൾക്ക് ഗരം മസാല അതുണ്ടല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുക ഇത് ഏലക്കി ലവംഗ പിന്നെ ചെക്ക പിന്നെ തെല്ല ഇത് പച്ച ബഡ്സപ്പ് ഉണ്ടല്ലേ അതും തെല്ല അതിലൊട്ടിಗೆ നിങ്ങളുടെ കയ്യിൽ ഷാജീരകം ഉണ്ടെങ്കിൽ അതും തെല്ല ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട പച്ച ബഡ്സപ്പ് മാത്രമേയോ അതിൽ പിന്നെ ഞങ്ങൾ നനച്ച് വെച്ച് അരി ഉണ്ടല്ലോ 10 മിനിറ്റ് നനച്ചിട്ട് അരിപ്പയിലിട്ട് വെച്ചിരുന്ന തന്നെ എല്ലാം അറിഞ്ഞാൽ പിന്നെ ಇದಕ್ಕೆ ഞങ്ങൾ ഇട്ടിട്ട് നല്ല ഇതിൽ തെല്ലിനാറ വറുത്തെടുക്കണോ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളോ തീ ജോറാക്കി വെക്കണം നല്ല ഒന്ന് വറുത്തെടുക്കണം ഇതിൽ അതിൽ പിന്നെ നല്ല ചൂടായ തണ്ണി ബീത്തുണ്ട് ಇದಕ್ಕೆ ഈ ടൈമിൽ നിങ്ങൾ തണ്ണി ചൂടാകുക വെച്ചെങ്കೈತೆ അപ്പോൾ ഞാനിവിടെ ജഗ്ഗിൽ തണ്ണി ചൂടാകുക വെച്ചരാ തണ്ണി അളന്നിട്ടേ വെച്ചെങ്കೈತೆ അതായത് ഒരു കപ്പ് അരിക്ക് 1.25 പോലെ തണ്ണി 1.25 വേണം ಇದಕ್ಕೆ തണ്ണി അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ അരി എടുക്കണമെങ്കിൽ ഏത് ഗ്ലാസ്സിൽ അരി എടുത്താറ് അതിലേ നിങ്ങൾക്ക് 1.25 പോലെ തണ്ണി അപ്പോൾ 5 കപ്പ് അരിക്ക് 8.25 കപ്പ് തണ്ണിയോടെ ನಾನು ചൂടാക്കി എടുത്തത് നല്ല തിളച്ച തണ്ണിയെ ബീത്തി കൊടുക്കണം തനി വിത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് അതേപോലെ നിങ്ങൾ ഫസ്റ്റ് ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ആക്കിയല്ലേ അത് ഞങ്ങൾക്ക് തെല്ല് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എത്ര ഇഞ്ചി വെല്ലുള്ളി അതുപോലെ തെല്ല് കൊത്തമ്പരി സൊപ്പ് പുതിന അതെല്ലാം ഇട്ട് കൊടുക്കുക തെല്ല് ലെമൺ ജ്യൂസും വിത്തി കൊടുത്തേ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി ഞങ്ങൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം ചോറ് ഞങ്ങൾ സ്നേഹിച്ചോറെല്ലാം അങ്ങനെ ആക്കി എടുക്കുക അതുപോലെ അപ്പോൾ ഈ ടൈമിൽ ഞങ്ങൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് തെല്ലി ആറ പോലെ നിൽക്കണോ തെല്ല് മുന്തിട്ട് നിൽക്കണോ അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ വെക്കറോ അപ്പോൾ തണ്ണി ഒന്ന് ഇതിൽ ബത്തിട്ട് ಬರട്ടെ ഒന്ന് ഇടല ഞങ്ങൾ തണ്ണി ബത്തിട്ട് ಬರೋ ಬೇಯ್ക്കുമ്പോൾ ഇടലದ ഓപ്പൺ ആക്കിയിട്ട് അവർക്ക് ഞങ്ങൾ ഇത് ഒന്ന് മിക്സ് ആക്കി ചന്ത ഒന്ന് അടിമേലാക്കി കൊടുക്കണം ഇനി ഇത് തെല്ല ഒന്നും കൂടി ഇതിൽ കാട്ടി ഒന്നും കൂടി തണ്ണി ബത്തിട്ട് ಬರട്ടെ അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കೈತೆ അപ്പോൾ തന്നിതാ ഇതുപോലെ ബത്തി വന്നೈತೆ ചുമ്മ ഇത് ബത്തി ಬರೋತೀರಾ ദഹ്ക്കണ്ടല്ലേ ഈ ഒരു അന്തജിൽ മയോ ഇപ്പോൾ ചന്ത ഒന്ന് അടിയിടുമ്പോൾ ചന്ത ഒന്ന് അടിമേലാക്കിയിട്ട് ചോറെല്ലാം ചന്ത ലെവലാക്കി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് ഞങ്ങൾ ഇത് ചോറ് ഇത് കുക്കാക്കി എടുത്തെങ്കೈತೆ അപ്പോൾ ചോറ് ಬೇಪಾಟಿ എടുക്കുമ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് പോലെ ഞങ്ങൾ ഇപ്പോൾ ഫുള്ളായിട്ട് ಬೇಪಾಟ್ರೆ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ಬೆಂದಂಗೆ മയോ ചോറ് ചുമ്മ ಬೆಂದಿട്ട് ഇങ്ങനെ ಬೇവുകുತ್ತೀರಾ അപ്പോൾ ഇതിവിടെ ചെറിയ തീയിലിട്ടിട്ട് ചെറിയ തീയിൽ ഞങ്ങൾ ഒരു 6 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ഇങ്ങനെ വെച്ചെങ്കೈತೆ അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നിങ്ങൾ ദം ഇട്ടെങ്കೈತೆ ഞങ്ങൾ ചിക്കനും ഇവിടെ ಬೆಂದಿട്ട് വന്നിട്ട് ഈ ടൈമിൽ രണ്ടും ഒരേപോലെ ഞങ്ങൾ ആയിട്ട് കിട്ടുക ഞങ്ങളെ മസാല ഇവിടെ റെഡി ആയിട്ട് കണ്ടല്ലേ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിರ ಮೇಲ್ಗೆ ഞങ്ങൾക്ക് ചോറ് ദം ഇട്ടെങ്കೈತೆ നിങ്ങൾ ഇപ്പോൾ ഇതിರ ಮೇಲ್ಗೆ ಮಸಾಲ ചോറ് ಒಟ್ಟಿಗೆ നിങ്ങൾ ಇಡನ್ಕನೆ ಬೇನುಂಟ್ಕನೆ ഞങ്ങൾ ഇതിರ ಮೇಲ್ಗೆ മസാലയുടെ ಮೇಲ್ಗೆ ಬೇನಿಂಗ್ ಬಾಳೆಡೆ ಎಲ್ಲ വെച്ചോളാം ಬಾಳೆಡೆ ಎಲ್ಲ വെച്ചിട്ട് അതിರ ಮೇಲ್ಗೆ ദം ഇട്ടെങ്കೈತೆ ನಾನು എപ്പോഴും ആക്കുമ്പോൾ ഇതേപോലെ ആക്കರೆ ഞാൻ ಬಾಳೆಡೆ ಎಲ್ಲ ಬೇಕಿಲ್ಲ അപ്പോൾ ചോറ് ഞങ്ങൾ ആക്കിയ ചോറ് പാതി ചോറ് ഞങ്ങൾ ഇട്ട് കൊടുത്തെങ്കിൽ സാധാരണ ഞങ്ങൾ ദം ഇട്ടെങ്ങനെ അങ്ങനെ മതി പോലെ ಇದರ ಮೇಲ್ಗೆ ಫ್ರೈ ಆಕಿ വെച്ച ನೀರುಳ್ಳಿ അതുപോലെ ತಿಳಿ ಕ್ಯಾಶು ದ್ರಾಕ್ಷಿ ಅದೆಲ್ಲ ಫ್ರೈ ಆಕಿ വെച്ചರೆ അതും ഇട്ട് കൊടുക്കുക പിന്നെ കൊത്തമ്പരി സൊപ്പ് പുതിന അതിട്ടിട്ട് ബാക്കി ഞങ്ങൾ ബാക്കി എല്ലാ ചോറും രണ്ടാമത്തെ ലെയർക്ക് ബാക്കി എല്ലാ ചോറും ഇട്ട് കൊടുക്കുക അതേപോലെ ഞങ്ങൾ റിപ്പീറ്റ് ആക്കിയെങ്കೈತೆ അപ്പോൾ ಇದಕ್ಕೆ ഞങ്ങളെ കയ്യിൽ തെല്ല് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എത്ര റോസ് വാട്ടറും വിത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ആക്കി ഞങ്ങൾക്ക് പിന്നെ ഇത് കളർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പാലക്ക് തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് അതും ഞങ്ങൾ ഇതാ ഇതുപോലെ തെല്ല അവിടെ ഞങ്ങൾ കളറാക്കി കൊടുക്കുക പിന്നെ റോസ് വാട്ടർ എന്ന് വെച്ചാൽ പോലെ ഉണ്ടെങ്കിൽ അത് ചുമ വേണ്ട ഒരു സ്പൂൺ എത്ര മേയോ പിന്നെ തെല്ല് മേൽക്ക് ഗരം മസാല അതേപോലെ നെയ്യ് ഞങ്ങൾ എത്ര ಬೇನೋ ಬೇನೆ ಹತ್ರ ಇಟ್ಟಂಗೆ ഒരു 2 സ്പൂണിಗೆ നല്ല നെയ്യിടാ നോക്കിയിട്ട് ಬೇನೆ ಹತ್ರ ഇട്ട് കൊടുക്കണം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 25 മിനിറ്റ് ഞങ്ങൾ ഇത് ദമ്മാക്കി എടുക്കണം 25 അല്ലെങ്കിൽ ഒരു അരഗಂಟೆ അപ്പോൾ ദമ്മ് വേവിക്കുമ്പോൾ സ്റ്റൗടെ മേൽക്ക് ഒരു തട്ട് വെച്ചോളൂ ഇതുപോലെ ഇങ്ങനത്തെ തട്ടില്ലെങ്കിൽ ഒരു പഴയ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മേലെ ചോറ് വെച്ചിട്ട് ദമ്മാക്കിങ്ങിട്ട് അപ്പോൾ ചെറിയ തീയിൽ വേവിക്കലല്ല അത് മീഡിയമിൻ്റെ ലോഡും നടുക്ക് വെച്ചെങ്കിട്ട് അപ്പോൾ ആ മൂടിൽ ഇങ്ങനത്തെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് കവറാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഇത് ഓഫ് ആക്കറല്ലേ സ്റ്റവ് ഓഫ് ആക്കിയാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബിരിയാണി ഓപ്പൺ ആക്കിങ്ങിട്ട് അപ്പോൾ നല്ല ദമ്മായിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് കൂടിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ ಇದಕ್ಕೆ ನಾನು ಅರಿ ಯೂಸ್ ಹಾಕಿರೆ ಈ ഒരു ജീരകശാല അരി യൂസ് ಹಾಕಿರೆ ಲೋಲುಡೆ ಬರ್ದುಮಂಡಿ ರೈಸ್ ಯೂಸ್ ಹಾಕಿರೆ അപ്പോൾ നിങ്ങൾ ഏതും ആവും നല്ല ഇത് നല്ല അറിയാം ഞാൻ ಯಾರು യൂസ് ആക്കറേ ഇതുവേ പിന്നെ നിങ്ങൾ ലൂസായിട്ടും വിട്ടതും കൊണ്ടുണ്ട് ചില സമയത്തിൽ വേറെ ആരെയും കൊണ്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം യൂസ് ആക്കിയത് ഈ ഒരു റൈസ് അപ്പോൾ കണ്ടല്ലേ നല്ല ദമ്മായിട്ട് ഒരു 10-20 മിനിറ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ഓപ്പൺ ആക്കറേ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണിയോടെ റെഡി ആയിട്ട് തലശ്ശേരി ബിരിയാണി കൊണ്ടുണ്ടല്ലേ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി ആയിട്ടിക്കറ് നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചോറെല്ലാം ഒന്ന് മേലത്തെ ചോറെല്ലാം എടുക്കണോ എടുത്തിട്ട് ചോറൊന്ന് ഞങ്ങൾ മിക്സ് ആക്കി എടുക്കുക ചോറ് വേറെ അങ്ങനെ മസാല വേറെ അങ്ങനെ ആക്കിയങ്കೈತೆ എല്ലാ ചോറും എടുക്കണം ഞങ്ങൾക്ക് അപ്പോൾ ചോറെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറൊന്ന് നല്ല മിക്സ് ആക്കി എടുക്കണം ഇതുപോലെ ചോറൊന്ന് ചെന്ത ഇങ്ങനെ ഒന്ന് അടിമേലാക്കി എടുക്കണം അപ്പോൾ ಇದಕ್ಕೂ ಮುನ್ನ ಬೇರೆ കുറേ ಟೈಪುള്ള ബിരിയാണി റെസിപ്പീസ് എല്ലാം ഇട്ടതാണ് അപ്പോൾ ಅದೆಲ್ಲ ಬೇನುಂಟಾಗಿ ಕೀழே ನಾನು ಲಿಂಕ್ ಅದರ ಲಿಂಕ್ ಎಲ್ಲ
ಡಿಸ್ಕ್ರಿಪ್ಷನ್‌ല് ಕೊಡ್ಕುರ ಅದು ಬೇನುಂಟಾಯಿ ನೋಕುರು ಮಂದಿ മജ്ബൂസ് അതേപോലെ ബിരിയാണി കുറേ ടൈപ്പിലെ ബിരിയാണി എല്ലാം ഇട്ടിട്ടാണ് അത് ಬೇನೆಂಗ್ നോക്കുರು അപ്പോൾ ഇണ്ടത്തെ ഞങ്ങളെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഇതാ അവിടെ റെഡി ആയിട്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ കൊന്താവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടിരിക്കുന്നത് ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ ഇതെല്ലാവരും ആക്കി നോക്കുರು 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടിരിക്കുന്നത് തലശ്ശേരി ബിരിയാണി ಅದರ ടേസ്റ്റ് നോക്കി കൊന്തിക്കോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി അപ്പോൾ കണ്ടറല്ലേ നിങ്ങൾ ആക്കി നോക്കുರು നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുರು കമൻറ്റ് ആക്കുರು അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ ಎಲ್ಲರಿಗೂ ವಿಡಿಯೋ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുರು ആരെങ്കിലും തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ ಅದರ മുട്ടേ മൂല ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കുರು ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും